ഇപ്പോഴിതാ അടുത്തൊരു വിവാദം തിരികൊളുത്തിയിരിക്കുകയാണ്. അത് നടി മീനയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ബാലതാരമായിട്ടാണ് നടി മീന സിനിമയിലെത്തിയത്. പിന്നീട് നായികാ വേഷങ്ങളൊക്കെ അരങ്ങേറി തെന്നിന്ത്യയിലൊക്കെ സജീവമായിട്ടുള്ള ഒരു താരം തന്നെയായിരുന്നു നമ്മുടെ മീന. നമുക്കറിയാം, എനിക്ക് തോന്നുന്നത് തമിഴ് സിനിമകളിലാണ് നടി മീന ഏറ്റവും കൂടുതൽ തിളങ്ങിയിട്ടുള്ളത്. എനിക്ക് തമിഴ് സിനിമയിലെ രജനീകാന്തുമായിട്ടുള്ള ഒരു കോംബോ, എനിക്കതാണ് പെട്ടെന്ന് ഓർമ്മ വേണം. മീന രജനീകാന്തിന്റെ തമിഴ് സിനിമകളുടെ മുത്തു സിനിമ, അതൊക്കെ നല്ലൊരു അഭിനയം തന്നെയായിരുന്നു. ആ സിനിമയൊക്കെ നല്ല, ഇപ്പോഴും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമകളിൽ ഒന്നാണ് കേട്ടോ. ഒരുപാട് സിനിമകളുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടന് മീന കോംബോ, അത് പ്രത്യേകിച്ച് ആ ദൃശ്യം സിനിമയിലെ അത് അവരുടെ ഒരു റിയൽ ഫാമിലി പോലെ ഒരു നമുക്ക് എഫക്റ്റ് തോന്നാറുണ്ട്. അപ്പൊ നമുക്കറിയാം, നല്ലൊരു അഭിനേത്രിയാണ് നടി മീന. അപ്പം അവരുടെ ഹസ്ബൻഡ് മരിച്ച കാര്യമൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ അറിഞ്ഞാണല്ലോ. അസുഖം ബാധിച്ചൊക്കെ മരണപ്പെട്ടതും പിന്നീട് നടി മീനയുമായി ബന്ധപ്പെട്ട ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞ കാര്യങ്ങളും നമ്മൾ കണ്ടു. ഏറ്റവും കൂടുതൽ എടുത്തിട്ട പേരാണ് നടൻ ധനുഷിന്റെ. കാരണം ധനുഷ് ആ ടൈമിൽ ഡിവോഴ്സ് ആയിട്ട് നിൽക്കുകയായിരുന്നു. അവരുടെ രജനീകാന്തിന്റെ മകളുമായിട്ടുള്ള മരുമകനാണ് ധനുഷ്. ആ ഒരു ടൈമില് ഐശ്വര്യയായിട്ട് ഡിവോഴ്സ് ആയിരുന്നത് കൊണ്ട് തന്നെ നടി മീനയുമായി റിലേറ്റഡ് ചെയ്ത് ഒരുപാട് ഗോസിപ്പ് അന്ന് ഈ തമിഴ് ചാനലുകാരാണ് ഇത് ഏറ്റവും കൂടുതൽ ഫ്ലാഷ് ആക്കിയത്. ഇപ്പോഴും ആ ഒരു ഗോസിപ്പ് കോളങ്ങളിൽ അവരുടെ പേര് തന്നെ നിറഞ്ഞതൊക്കെ. എന്തായാലും നമുക്ക് നടി മീനയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. 40 വർഷമായി തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലെല്ലാം നിരവധി സിനിമകളിൽ നടി ചെയ്തിട്ടുണ്ട്. നായികയായിട്ട് തിളങ്ങി നിന്നിരുന്ന നടിമാർ വിവാഹിതയും അമ്മയുമായാൽ പിന്നെ സിനിമാ കമ്പോളത്തിൽ വാല്യൂ കുറയും. നായിക വേഷങ്ങൾ ലഭിക്കാനും ബുദ്ധിമുട്ടാകും. അത് ഓവറോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ട് പറയുന്നതാണ്. പക്ഷെ നമുക്കറിയില്ല, നടി മഞ്ജു വാര്യരുടെ കേസും അവര് ഈ ഒരു രണ്ടാം വരവിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയത് അല്ലേ. അത് മീനാക്ഷിയുടെ അമ്മയായിരുന്നു, അവർ ഡിവോഴ്സി ആയിരുന്നു. പ്രത്യേകിച്ചും മഞ്ജു വാര്യർ ഹിറ്റ് ആകില്ല എന്ന് തന്നെയായിരുന്നു പലരും വിചാരിച്ചത്. പക്ഷെ എല്ലാവരുടെയും ആ ഒരു തെറ്റിദ്ധാരണ മാറ്റിക്കൊണ്ട് നടി മഞ്ജു വാര്യർ ഭയങ്കരമായിട്ട് കരിയറിൽ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. എന്നാൽ മീനയുടെ കാര്യത്തിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. സെയിം കാര്യം തന്നെയാണ്. അന്നും ഇന്നും നായിക വേഷങ്ങൾ മീനയ്ക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ലേറ്റസ്റ്റ് ആയിട്ടും അവര് നായിക പ്രാധാന്യമുള്ള വേഷത്തിൽ തന്നെയാണ് അവര് അഭിനയിക്കുന്നത്. അത് മാത്രവുമല്ല, ചെയ്യുന്നത് ഏറെയും ഹിറ്റായി മാറിയ സിനിമകളുമാണ്. മീന പാതി മലയാളിയാണ്, നമുക്കറിയാം. പക്ഷെ ജനിച്ചതും വളർന്നതും ചെന്നൈയിലായതുകൊണ്ട് അനായാസമായി വഴങ്ങുന്നത് തമിഴാണെന്ന് മാത്രം. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തമിഴ് സിനിമകളിൽ മീനയെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ മലയാളത്തെക്കാൾ ഉപരി തമിഴിലാണ് ഈ ഒരു നടി മീനയ്ക്ക് ഏറ്റവും കൂടുതൽ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. 90കളിൽ ഒട്ടുമിക്ക ചെറുപ്പക്കാരുടെയും ക്രഷ് ആയിരുന്നു മീന. അത് വളരെ ശരിയാണ്. അവരുടെ പഴയകാല സിനിമയൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്ത് സുന്ദരിയാണല്ലേ. ഇപ്പോഴും സുന്ദരിയല്ല എന്നല്ല പറയുന്നത്, ആ ഒരു സൗന്ദര്യം ഒന്ന് വേറെ തന്നെയായിരുന്നു. സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പമെല്ലാം നായികയായിട്ടുള്ള താരം വിവാഹത്തിന് മുൻപ് ഒരിക്കൽ പോലും ഗോസിപ്പുകളിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പൊ അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. വിവാഹത്തിന് മുൻപൊന്നും ഇത്തരം ഒരു ഗോസിപ്പ് കോളങ്ങളിൽ നടി മീന വന്നിട്ടില്ലായിരുന്നു. പിന്നീട് 2009 സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള വിദ്യാസാഗറിനെ മീന വിവാഹം ചെയ്തു. അന്ന് 33 വയസ്സായിരുന്നു മീനയുടെ പ്രായം. വിവാഹത്തോടെ കുടുംബിനിയായി ഒതുങ്ങാനൊന്നും വിദ്യാസാഗർ മീനയെ അനുവദിച്ചിരുന്നില്ല. എല്ലാത്തിനും പിന്തുണ നൽകി ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ കുടുംബ ജീവിതം സുഖമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചതിനാൽ മീന പിന്നീട് സിനിമ ചെയ്തപ്പോൾ വളരെ സെലക്റ്റീവായി. വൈകാതെ ഇരുവർക്കും നൈനിക എന്നൊരു മകളും പിറന്നു. സിനിമ ഒരിക്കലും മീന കൈവിട്ടിട്ടില്ല. നമുക്കറിയാലോ, ഇവരുടെ വിവാഹ ശേഷവും മകൾ പിറന്നതിന് ശേഷവും ഈ ഒരു സിനിമ എന്നുള്ള മേഖല മീന ഒരിക്കലും കൈവിട്ടിട്ടില്ല. അതുപോലെ തന്നെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് തന്നെയായിരുന്നു വിദ്യാസാഗർ. മകൾ നൈനിക നമുക്കറിയാലേ, വിജയോടൊപ്പം അഭിനയിച്ച ഒരു സിനിമയുടെ ലത്തേറി, അതിലെ കുഞ്ഞു നൈനികയെ എല്ലാവർക്കും അറിയാം. അതാണ് നമ്മുടെ മീനയുടെ മകൾ. ശരിക്കും അന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ അറിയില്ലായിരുന്നു. പക്ഷെ പിന്നീടാണ് ഈ ആ ഒരു സിനിമ നമ്മൾ ഇഷ്ടപ്പെട്ടത്. സിനിമ ഇറങ്ങിയ ടൈമിൽ നമുക്ക് അറിയില്ലല്ലോ. ആ ഒരു സിനിമയെ കുറിച്ചുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ അറിയുമ്പോഴാണ് ശരിക്കും മീനയുടെ മകളായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും അറിയുന്നത്. സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിലായിരുന്നു 2022 വിദ്യാസാഗർ അസുഖം മൂലം മരിച്ചത്. ശ്വാസകോശ സംബന്ധമായ അസുഖമായിരുന്നു മരണകാരണം. ജീവൻ രക്ഷിക്കാൻ വേണ്ടതെല്ലാം മീനയും കുടുംബവും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വിധി മറ്റൊന്നായി. ഭർത്താവിന്റെ വിയോഗം നടിയെ വല്ലാതെ ബാധിച്ചു. മകളും അമ്മയും സുഹൃത്തുക്കളും ചേർന്നാണ് തളർന്നുപോയ മീനെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അത് ശരിയാണ്. ഈ ഒരു ഹസ്ബൻഡ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മീന അവിടെ തളർന്നിരുന്നില്ല. കാരണം മകൾക്ക് ഇനി താനേ ഉള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ട് പിന്നീടും അവർ ആ സിനിമ എന്നുള്ള മേഖല കൈവിട്ടില്ല.
വിദ്യാസാഗറിന്റെ മരണ വാർത്ത പുറത്തു വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ മീനയുടെ രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട കഴമ്പില്ലാത്ത നിരവധി റിപ്പോർട്ടുകൾ പ്രചരിപ്പിച്ചു തുടങ്ങി. നമ്മൾ അത് കണ്ടതാണ്, അതോ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ ആ ഒരു എന്താ പറയുക ഗോസിപ്പ് ന്യൂസ് തുടങ്ങിയതാണ്. അതും തമിഴ് നടനായിട്ടുള്ള ധനുഷിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ പുറത്തു വന്നിരുന്നത്. പലതവണ താരം ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നു. ഇപ്പോഴിതാ നടൻ ജഗപതി ബാബു അവതാരകനായിട്ടുള്ള ഷോയിൽ അതിഥിയായി എത്തിയ മീന തന്റെ രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകളിൽ കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിരിക്കുകയാണ്. എന്റെ ഭർത്താവ് മരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ രണ്ടാം വിവാഹത്തിന് തയ്യാറാവുകയാണെന്നും എന്റെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്നും ഗോസിപ്പുകൾ വന്നിരുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതി വിടുന്നതെന്നാണ് അത്തരം ഗോസിപ്പുകൾ കേട്ടപ്പോൾ തോന്നിയത്. അത് നടി മീനയുമായി ബന്ധപ്പെട്ട ഗോസിപ്പ് മാത്രമല്ല, പലരുടെയും ഇത്രയും ഒരു ഹസ്ബൻഡ് മരിച്ച ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആളുകൾക്ക് ഈ രണ്ടാം വിവാഹം കഴിപ്പിച്ചു വിടാൻ ഭയങ്കര ഒരു ത്വരയാണ്. അപ്പൊ അതിന് കിട്ടുന്ന ഇരയായിട്ട് വരുന്ന ആരാണോ നടൻ അല്ലെങ്കിൽ ആരാണോ അവരുമായിട്ട് ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ മതി, ഉടനെ അവന്റെ രണ്ടാം വിവാഹക്കാലം അവരുമായിട്ട് സ്നേഹത്തിനാണ് എന്നുള്ള പേരുകളൊക്കെ ഇത് സ്വാഭാവികമായിട്ട് എല്ലാ രീതിയിലും എല്ലാവർക്കും എല്ലാ നടിമാർക്കും സംഭവിക്കുന്നത് തന്നെയാണ്. നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടതുമാണ്. സിനിമാ മേഖലയിലുള്ള വിവാഹമോചിതനായ ഒരാളുമായി ഞാൻ രണ്ടാമത് വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് വാർത്ത വന്നു. അത്തരം വാർത്തകൾ കേട്ടപ്പോൾ എനിക്ക് എല്ലാത്തിനോടും വെറുപ്പ് തോന്നിയിരുന്നു. ഇത്തരം തെറ്റായ വാർത്തകൾ എഴുതുന്നവർക്ക് കുടുംബമില്ലേ എന്നാണ് എനിക്ക് അന്ന് തോന്നിയത്. നടൻ ധനുഷും മീനയും വിവാഹിതരാകും എന്നാണ് ഒരിടയ്ക്ക് പ്രചരിച്ചത്. ശരിക്കും സത്യമാണ്. അത് നമ്മൾ ഇപ്പോഴും സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ന്യൂസ് തന്നെയാണ് ഇപ്പോഴും വാലിഡ് ആയിട്ട് വരുന്നത്. നടൻ മീനയും ധനുഷും വിവാഹിതരാകും, അല്ലെങ്കിൽ വിവാഹിതരായി വിവാഹം കഴിച്ചു, ലിവിങ് ടുഗദർ ആണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരിക്കൽ മീനയുടെ മകളും രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഗോസിപ്പുകൾക്കെതിരെ പ്രതികരിച്ചിരുന്നു. അത് ശരിയാണ് കേട്ടോ. അത് ആ ഒരു യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യണേ കിട്ടും. കാരണം മകളും ഇതിനെതിരെ രംഗത്ത് പ്രതിഷേധിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കരിയറും മകളും മാത്രമാണ് തന്റെ എന്താ പറയുക ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാണ് ഇപ്പൊ മീനയെ നടക്കുന്നത്. നമുക്കറിയാം മലയാളത്തിലെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ് മോഹൻലാലും പൃഥ്വിരാജ് സുകുമാരനും മീനയൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ് ബ്രോ ഡാഡിയാണ് മീന മലയാളത്തിൽ അവസാനമായിട്ട് അഭിനയിച്ച സിനിമ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ തമിഴിലും ഇപ്പൊ സിനിമ അരങ്ങേറുണ്ട്, അമ്മൻ 2 എന്ന് പറയുന്നത്. അതും അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ഇത്തരം ഗോസിപ്പ് കോളങ്ങളില് വാർത്തകൾ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതം എത്രത്തോളം എഫക്ട് ചെയ്യും എന്നുള്ള കാര്യം ഈ ഗോസിപ്പ് പടച്ചു വിടുന്നവരത് ചിന്തിക്കുന്നില്ല. അവരുടെ ലൈഫിൽ ഓൾറെഡി അവരൊരു ട്രോമ അല്ലെങ്കിൽ ഒരു ട്രാജഡി ലൈഫ് കഴിഞ്ഞിട്ട് ാണ്. ആ ട്രോമയിൽ നിന്നൊക്കെ അവർ റിക്കവർ ആയിട്ട് ഒരു പുതിയൊരു ജീവിതം, പുതിയൊരു ലോകത്തേക്ക് അല്ലെങ്കിൽ പുതിയൊരു സാഹചര്യമായിട്ട് അവർ ഇഴകി ചേർന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഗോസിപ്പ് വാർത്തകളും വരുന്നത്. അതും പ്രത്യേകിച്ച് ഇപ്പോഴും ആ ന്യൂസ് എന്താ പറയുക മീന ധനുഷ് എന്നുള്ള ഒരു പിടിയും പിടിച്ചുകൊണ്ടാണ് ഒരുപാട് പേര് ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നത്. എന്തായാലും അതിനെതിരെ ശക്തമായിട്ട് തന്നെ മീനയും അതുപോലെ മീനയുടെ മകളും പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയെങ്കിലും അതിന് നിർത്തലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവരുടെ ആ സെക്കൻഡ് മാരേജ് നടക്കുന്നത് വരെ ഇനി ഇത് തന്നെയായിരിക്കും. കാരണം ആളുകൾക്ക് ഇനി അവരെ എങ്ങനെയെങ്കിലും കെട്ടിച്ചു വിടണം. അതിപ്പം അവർ പറയുന്ന ആളുകളെ കൊണ്ട് തന്നെ ആയാൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ